ഹായ് ഫ്രണ്ട്സ്, നോളജ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 29 കുറച്ച് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തുടങ്ങാം. Which Indian state has received the highest FDI in the fiscal year of 2020-21? 2020-21 വർഷ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ FDI ഏറ്റവും കൂടുതൽ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയ സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഗുജറാത്താണ്. അപ്പോൾ 2020-21 ഏറ്റവും കൂടുതൽ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ച സ്റ്റേറ്റാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകേണ്ടത്. അപ്പോൾ ഗുജറാത്ത് ഹാസ് ബാക്ക്ഡ് ദ ടോപ്പ് സ്പോട്ട് ഇൻ ദ ടേംസ് ഓഫ് ഹയസ്റ്റ് FDI ഫോർ ദ 4th കോൺസിക്യൂട്ടീവ് ഇയർ. അപ്പം തുടർച്ചയായി 4ാം തവണയും ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന സ്റ്റേറ്റാണ് ഗുജറാത്ത്. അതേപോലെ ഗുജറാത്ത് ഹാസ് റിസീവ്ഡ് 37% ഓഫ് ഷെയർ എബൌട്ട് $30.23 ബില്യൺ ഇൻ 2020-21. അപ്പോൾ രാജ്യത്തിലെ തന്നെ ഏകദേശം 37% ഷെയറും നമ്മുടെ FDIയിലെ 37% ഷെയർ എന്ന് പറയുമ്പോൾ ഏകദേശം $30.23 ബില്യൺ എന്ത് ചെയ്യുന്നത് ഗുജറാത്തിന് FDI ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അത് സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്തിന്, സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആ ഒരു ഫീൽഡിലാണ് ഗുജറാത്തിന് ഏറ്റവും കൂടുതൽ FDI കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ CEO ഓഫ് ആമസോൺ? അപ്പോൾ ആമസോണിൻ്റെ പുതിയ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരെന്നാണ് ചോദ്യം. ഇദ്ദേഹമാണ് പുതിയ CEO. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൻഡി ജാസി. അപ്പോൾ ആൻഡി ജാസിയാണ് ആമസോണിൻ്റെ പുതിയ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമസോണിൻ്റെ കഴിഞ്ഞ CEO ആരായിരുന്നു എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും എന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്കും ഉപയോഗപ്പെടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Recently, a farmer named Shaji NM bagged Biodiversity Award of 2020 in the individual category of the conservation of domesticated species, and he belongs to which Indian state? അപ്പോൾ ഒരു കർഷകൻ, ഏതോ ഒരു സ്റ്റേറ്റിലെ കർഷകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാജി NM. അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ നല്ലൊരു അവാർഡ് എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി അവാർഡ് ഓഫ് 2020 കിട്ടിയിരിക്കുകയാണ്. എന്തിനാണ്? ഫോർ ദ കൺസർവേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ്. കന്നുകാലി വളർത്തൽ, അതേപോലെ വീട്ടിൽ പരിപാലിച്ച് വളർത്തുന്ന മൃഗങ്ങളുടെ ഒരു സംരക്ഷകനായിട്ട് ആ ഒരു അവാർഡായിട്ട് ബയോഡൈവേഴ്സിറ്റി അവാർഡ് ഓഫ് 2020 ആർക്ക് കിട്ടിയിരിക്കുകയാണ്? ഷാജി NM എന്ന് പറയുന്ന ഒരു കർഷകന് കിട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹം ഏത് സ്റ്റേറ്റിലെ വ്യക്തിയാണെന്നാണ് ചോദ്യം. ഇദ്ദേഹം നമ്മുടെ കേരളത്തിലെ തന്നെ വ്യക്തിയാണ് ഷാജി NM എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, ട്യൂബർമാൻ എന്നറിയപ്പെടുന്നത്, ട്യൂബർമാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നതാണ് ഷാജി NM. ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് ഓഫ് 2021 കിട്ടുന്നത്. നാലാമത്തെ ചോദ്യം. ഹു ഹാസ് ബിക്കം ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഇക്വഡോർ? ഇക്വഡോറിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ഇദ്ദേഹത്തിൻ്റെ പേര് ഗുള്ളിർമോ ലാസോ. അപ്പോൾ ഗുള്ളിർമോ ലാസോയാണ് എന്ത് ചെയ്യുന്നത്, ഇക്വഡോറിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വഡോറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണ് ഇക്വഡോറിൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വഡോറിൻ്റെ മാപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്വൈറ്റോ ആണ്. കറൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ തന്നെയാണ്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഓഫേഴ്സ് ഓൺലൈൻ പ്രോസസ് ഫോർ NRI അക്കൗണ്ട് ഓപ്പണിംഗ്. ഹൂ ഈസ് ദ MD ആൻഡ് CEO ഓഫ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്? അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ബാങ്കാണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. അപ്പോൾ ഈ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കൊണ്ടുവരികയാണ്. ആരാണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MDയും CEO എന്നാണ് ചോദ്യം. ഉത്തരം വാസുദേവൻ PN ആണ്. അപ്പോൾ വാസുദേവൻ PN ആണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം. റീസെൻ്റ്ലി IIT ഡെവലപ്സ് യുണീക്ക് ഡിറ്റക്ടർ ഫേക്ക് ബസ്റ്റർ. അപ്പോൾ ഏതോ ഒരു IIT യുണീക്ക് ഡിറ്റക്ടർ ഫേക്ക് ബസ്റ്റർ എന്ന് പറയുന്ന പുതിയൊരു ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ ഡിറ്റക്ടർ കണ്ടുപിടിച്ചൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടെത്തിയത് IIT റോപ്പാറിലാണ്. അപ്പോൾ എന്താണ് യുണീക്ക് ഡിറ്റക്ടർ ഫേക്ക് ബസ്റ്റർ എന്ന് നമുക്കൊന്ന് നോക്കാം. റിസർച്ചേഴ്സ് അറ്റ് IIT റോപ്പാർ ആൻഡ് Monash University, Australia have developed a detector named as Fake Buster
ടു ഐഡൻറ്റിഫൈ ഇമ്പോസ്റ്റേഴ്സ് അറ്റൻഡിങ് വിർച്വൽ കോൺഫറൻസ് വിത്തൗട്ട് എനിബഡീസ് നോളജ്. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ അതേപോലെ മീറ്റിങ്ങുകളും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ മീറ്റിങ്ങിലോട്ടൊക്കെ കയറി വന്നിട്ട് ഓരോ വൃത്തികേടുകളൊക്കെ കാണിക്കുന്ന പരിപാടികൾക്ക് ഒരുപാട് നിലവിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ആരാണ് അങ്ങനെ കയറുന്നത്, അതേപോലെ തന്നെ ഫേക്കായിട്ട് ആരെങ്കിലും ഉണ്ടോ, അതേപോലെ ആൾക്കാരുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ മോർഫ് ചെയ്തിറക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആരാണ് ഫേസ് ആരുടെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് ഫേക്ക് ബസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയതാണ് IIT റോപ്പാർ, അതേപോലെ മൊനാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ചോദ്യത്തിലോട്ട് തന്നെ നമുക്ക് പോകാം. കേണൽ പഞ്ചാബ് സിംഗ്, ദ ഹീറോ ഓഫ് ബാറ്റിൽ ഓഫ് പൂഞ്ച് ഡ്യൂറിങ് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഹാസ് പാസ്ഡ് അവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് വാർ, പൂഞ്ചിൽ നടന്ന ബംഗ്ലാദേശ് വാർ 1971 നമ്മുടെ ഇന്ത്യ നയിച്ച കേണൽ പഞ്ചാബ് സിംഗ് മരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രിമേഷൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിമേഷൻ പ്രോസസ്സ് നമ്മുടെ മിലിറ്ററി ഓണേഴ്സോട് കൂടിയൊക്കെ തന്നെയാണ് കറക്റ്റായിട്ട് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് വീർ ചക്ര എന്ന് പറയുന്ന ഗാലൻട്രി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീർ ചക്ര എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് 3rd ഹയസ്റ്റ് വാർ ടൈം ഗാലൻട്രി അവാർഡ്. ഓക്കെ, അപ്പോൾ 3rd ഹയസ്റ്റ് വാർ ടൈം ഗാലൻട്രി അവാർഡാണ് വീർ ചക്ര. ഇതൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട്, പഞ്ചാബ് സിംഗിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പഞ്ചാബ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് 8ാമത്തെ ചോദ്യത്തിലോട്ട് തന്നെ പോകാം. ഹു ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് FIH പ്രസിഡൻസ് അവാർഡ്. ഓക്കെ, അപ്പോൾ FIH പ്രസിഡൻസ് അവാർഡ് കിട്ടിയ വ്യക്തി ആരെന്നാണ് ചോദ്യം. VK പാണ്ഡ്യൻ. ഓക്കെ, VK പാണ്ഡ്യനാണ് FIH പ്രസിഡൻസ് അവാർഡ് കിട്ടുന്നത്. ആരാണ് VK പാണ്ഡ്യൻ എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു IAS ഓഫീസറാണ്. V കാർത്തികേയ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറാണ്. ഇദ്ദേഹം നമ്മുടെ ഒഡീഷ ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, FIH എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷനാണ്. അപ്പോൾ ഒഡീഷയിൽ ഹോക്കിയുടെ ഡെവലപ്മെൻറ്റിനും അതേപോലെ പ്രൊമോഷനും വേണ്ടി ഒരുപാട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് FIH പ്രസിഡൻസ് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 9ാമത്തെ ചോദ്യം. ഇന്ത്യ എന്ന് പറയുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ യുണൈറ്റി അവെയർ എന്ന് പറയുന്ന പുതിയൊരു ഓൺലൈൻ മൊബൈൽ ടെക് പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇത് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സിൻ്റെ ഒരു സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യ കൊണ്ടുവന്ന ഒരു മൊബൈൽ ടെക് പ്ലാറ്റ്ഫോമാണ് യൂണിറ്റി അവെയർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. 10ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് ദുരൈ റേഷൻ സ്കീം. ഓക്കെ, അപ്പോൾ ദുരൈ റേഷൻ സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. അത് ബംഗ്ലാദേശാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ദുരൈ റേഷൻ സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്ന ഏത് സ്റ്റേറ്റാണ്, അത് വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെയുള്ള 10 റിവിഷൻ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. വിച്ച് ബാങ്ക് ഹാസ് അഡ്ജഡ്ജ് ഇന്ത്യാസ് ബെസ്റ്റ് ബാങ്ക് ഫോർ SMES. ഓക്കെ, അപ്പോൾ സ്മോൾ സ്കെയിൽ മീഡിയം ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ഏഷ്യ മണി ബെസ്റ്റ് ബാങ്ക് അവാർഡ് ഓഫ് 2021 കിട്ടിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ബാങ്ക് എന്നാണ് ചോദ്യം. അത് ഈ HDFC ബാങ്കാണ്. അതുപോലെ ഗ്ലോബൽ വിൻഡ് റിപ്പോർട്ട് ഓഫ് 2021 അനുസരിച്ച് ബെസ്റ്റ് ഇയർ ഫോർ വിൻഡ് ഇൻഡസ്ട്രിയിൽ കണക്കാക്കുന്നത് 2020-നെയാണ്. അതേപോലെ 100% ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷനുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണെന്നാണ് ചോദ്യം. അത് ജൽജീവൻ മിഷൻ്റെ കീഴിലാണ് വരുന്നത്. അത് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറും അതേപോലെ പോണ്ടിച്ചേരിയുമാണ്. വിച്ച് ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഹാസ് ബീൻ അവാർഡഡ് ആസ് ബെസ്റ്റ് സ്മാർട്ട് സിറ്റി അവാർഡ് ഫോർ പ്രൊവൈഡിങ് ബെസ്റ്റ് സർവീസ് ഡ്യൂറിങ് COVID-19 ഹെൽത്ത്. അപ്പോൾ COVID-19 ബെസ്റ്റ് സർവീസ് കൊടുത്ത സ്മാർട്ട് സിറ്റി ഏതെന്നും അതേപോലെ ബെസ്റ്റ് സ്മാർട്ട് സിറ്റി അവാർഡ് കിട്ടിയതെന്നുമാണ് ചോദ്യം. അത് ഡെറാഡൂണാണ്. അതേപോലെ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് സൂൺ ഹാവ് മാക്സിമം ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരാൻ പോകുന്ന സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. അത് നമ്മുടെ ഉത്തർപ്രദേശാണ്. അതേപോലെ എക്സാം വാരിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയാണ്. അതേപോലെ ഫസ്റ്റ് ശ്രീലങ്കൻ ടു ഹിറ്റ് 6 സിക്സസ് ഇൻ ആൻ ഓവർ, 6 സിക്സുകൾ ഒരു ഓവറിൽ തന്നെ അടിച്ചത് ഫസ്റ്റ് ശ്രീലങ്കൻ എന്ന് പറയുന്നത് തിസേര പെരേരയാണ്. അതുപോലെ CMD ഓഫ് സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ജിതേന്ദ്രനാഥ് സ്വൈനാണ്. അതുപോലെ ഹു ഹാസ് ബീൻ സോൺ ആസ് 21st സർജൻ ജനറൽ ഓഫ് USA യുടെ 21ാമത്തെ സർജൻ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ അമേരിക്കനാണ് വിവേക് മൂർത്തി എന്ന് പറയുന്നത്. അതേപോലെ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് അറ്റോർണി ജനറൽ ഓഫ് USA അറ്റോർണി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മെറിക് ഗ്രാൻഡ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇന്നലത്തെ ക്വിസ് വിന്നർ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണുക, ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഒന്ന് കാണുക. അതിൽ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വിസ് എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ടോപ്പ് ഇൻവെസ്റ്റർ ഓഫ് FDI ഇൻ ഇന്ത്യ ഇൻ ഫിസിക്കൽ ഇയർ ഓഫ് 2020-21. 2020-21 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോപ്പ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള FDIയിൽ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് നടത്തിയ
രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.